രണ്ടാകൃതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 8ന്റെ ഗുണിതങ്ങളായ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 384 ആണ്. എ പാർട്ട്. ഒരു സംഖ്യ എക്സ് ആയി എടുത്ത് രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. ബി. സംഖ്യകൾ ഏതെല്ലാം? The product of two consecutive multiple of 18 is equal. The product of two consecutive multiple of 18 is 384. A part ഇതാണ്. Form a second degree equation by taking a number as x. What are the numbers? ഇവിടെ 8ന്റെ അടുത്തടുത്ത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 384 ആണെന്ന് പറയുന്നുണ്ട്. ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുക്കാനാണ് പറയുന്നത്. ഒരു സംഖ്യ എക്സ് ആയി എടുത്ത് രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. അപ്പോൾ 8ന്റെ ഗുണിതങ്ങൾ അടുത്തടുത്തുള്ള ഗുണിതങ്ങൾ ഏതാണെന്ന് അറിയത്തില്ല. ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കണം? അടുത്തടുത്ത ഗുണിതങ്ങളായപ്പോൾ 8 വെച്ചല്ലേ കൂടി പോകുന്നത്. ആദ്യ സംഖ്യ എക്സ് ആയി എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 8 ആയിരിക്കും. അത് നമുക്ക് എഴുതാം. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8 ഇത് പറയുന്നുണ്ട് എക്സ് ആണ്. എ പാർട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8 ഈസ് ഈക്വൽ ടു എക്സ്. 8ന്റെ ആദ്യത്തെ ഗുണിതത്തെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അതുപോലെയാണെങ്കിൽ സെക്കൻഡ് മൾട്ടിപ്പിൾ എന്തായിരിക്കും? സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 8 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ആദ്യത്തെ എക്സ് ആണെങ്കിൽ രണ്ടാമത്തത് എക്സ് പ്ലസ് 8 ആയിരിക്കും. 8 വെച്ചാണ് 8ന്റെ ഗുണിതങ്ങൾ കൂടി പോകുന്നത്. ആദ്യത്തെ ഗുണിത എക്സ് ആയി എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ എക്സ് പ്ലസ് 8 ആണ്. ഇനി എന്താ പറയുന്നത്? ഇവയുടെ ഗുണനഫലം, ഇവയുടെ പ്രോഡക്റ്റ് എത്രയാ? 384 ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കാര്യം കൂടി അറിയാം, പ്രോഡക്റ്റ് അറിയാം. അപ്പോൾ പ്രോഡക്റ്റ് ഗുണനഫലം പ്രോഡക്റ്റ് എത്രയാ? 384 അല്ലേ? പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും കൊണ്ട് ഗുണിച്ചാലല്ലേ കിട്ടുക. അപ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് 8 ഇവ തമ്മിൽ ഗുണിക്കപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള 384 കിട്ടുന്നത്. ഇനി നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. എക്സ് ഇൻറ്റു എക്സ് എത്ര കിട്ടും? എക്സ് സ്ക്വയർ കിട്ടും. പ്ലസ് എക്സ് ഇൻറ്റു 8ഓ 8x കിട്ടും. ഈക്വൽ ടു 384. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കാനാണ്. അപ്പോഴെന്ത് ചെയ്യണം? ഈ റൈറ്റ് കിടക്കുന്ന 384ഉം കൂടി ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരണം. അതായത് ഇവിടെ ഈക്വൽ ടു 0 വരണം. റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 വരുന്നതാണ് ഇക്വേഷനായിട്ട് പറയുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ 8x ഇതിനെ കൂടി ഇപ്പുറത്ത് വരിക. ഒരു മൈനസ് ആയിട്ട് മാറും, കാരണം ഇത് പോസിറ്റീവാണ്. 384 ഈക്വൽ ടു, ഇനി ഇവിടെ ആരുമില്ല, ഈക്വൽ ടു 0. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ ദി നമ്പേഴ്സ്? ഈ സംഖ്യകൾ ഏതൊക്കെയാണ്? ഈ എടുത്തിരിക്കുന്ന എക്സും എക്സ് പ്ലസ് 8ഉം ഏതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ സംഖ്യകൾ? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെ എടുക്കുക. ഈ സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ഇത് എടുക്കുക. ബി പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ പ്ലസ് 8x ഈക്വൽ ടു 384. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യും, അതായത് വർഗ്ഗത്തികവ്. അതിലൂടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒരു എക്സ് സ്ക്വയർ 8x. ഇനി ഒരു സംഖ്യ കൂടി വന്നാൽ നമുക്കിതിനെ വർഗ്ഗമായിട്ട് എഴുതാം. രണ്ട് സംഖ്യയുടെ തുകയുടെ സ്ക്വയർ ആയിട്ട് എഴുതാം. അതിന് ഏത് സംഖ്യ വരേണ്ടത്? ആ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സിൻ്റെ ഗുണോത്തരം, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 8ൻ്റെ പകുതി. 8ൻ്റെ പകുതി എത്രയാണ്? 8ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇതിൻ്റെ സ്ക്വയർ രണ്ട് സ്ഥലത്തും കൂട്ടുക, ലെഫ്റ്റും കൂട്ടുക റൈറ്റും കൂട്ടുക. ഇപ്പോൾ എക്സ് സ്ക്വയർ 8x 4 സ്ക്വയർ അല്ലേ? 4 സ്ക്വയർ കൂട്ടും, റൈറ്റും കൂട്ടണം 384. ഇവിടെയും കൂട്ടുക. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ എന്ന് എഴുതാം, ഇവിടെ 16 എന്ന് എഴുതുകയാണ്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് എഴുതാം. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 4 സ്ക്വയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സും എല്ലാം പോസിറ്റീവാണ്, ഒരു പോസിറ്റീവ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 400 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയറിനെ
റൈറ്റ് കൊണ്ടുവരാം. അപ്പോൾ റൂട്ടായിട്ട് മാറും. അപ്പോൾ എക്സ് പ്ലസ് 4 ഈക്വൽ ടു റൂട്ട് 400. ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താ കിട്ടും? +or-20 എന്ന് കിട്ടും. +or-20 എന്ന് കിട്ടും. നമുക്ക് -20 എടുക്കേണ്ട കാര്യമില്ല, കാരണം ഗുണിതങ്ങൾ പോസിറ്റീവിലാണ് പറയുന്നത്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഒഴിവാക്കാം. അപ്പോൾ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 20. ഇവിടെ നിന്ന് എക്സ് എത്ര കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 20 - 4 എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ എക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യയാണ്. രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സംഖ്യ എന്ത് ചെയ്താൽ മതി? 8 കൂടെ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ എഴുതും ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8 is equal to 16. സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 8 is equal to 16 + 8 എത്ര കിട്ടും? 24 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്ററും പരപ്പളവ് 35 സെൻറ്റിമീറ്ററുമാണ്. ഒന്നാമത്തെ ചോദ്യം, നീളം അധികം വീതി സമം ഡാഷ്. രണ്ടാമത്തെ ചോദ്യം, നീളം എക്സ് ആയാൽ വീതി എത്ര? മൂന്നാമത്തെ ചോദ്യം, രണ്ടാംകൃതി സമവാക്യം രൂപീകരിച്ച് ചതുരത്തിൻ്റെ നീളവും വീതിയും കണക്കാക്കുക. The perimeter of a rectangle is 24 centimeter and its area is 35 square centimeters. A part, length plus breadth equal to dash. B part, if the length is x centimeters, find the breadth. Third question, form a second degree equation and find its length and breadth. Form എന്നാണ്. ഫോം ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആണ്. ചുറ്റളവ് 24 ആണ്. പരപ്പളവ് 35 ആണെന്നും പറയുന്നുണ്ട്. നീളവും വീതി എത്രയെന്നാണ് ആദ്യത്തെ ചോദ്യം. ചുറ്റളവ് എന്താണ്? രണ്ട് നീളവും രണ്ട് വീതിയും കൂടെ ചേരുന്നതാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നീളവും ഒരു വീതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. നീളം പ്ലസ് വീതി, ലെന്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു എത്ര കിട്ടും? 24/2. 12 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നീളം എക്സ് ആയിട്ട് എടുക്കാനാണ്. നീളവും വീതിയും നമുക്ക് അറിയത്തില്ല. ഒരു നീളവും ഒരു വീതിയും കൂട്ടിയാൽ 12 കിട്ടുമെന്നറിയാം. നീളത്തെ എക്സ് ആയി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ എന്നാൽ വീതി എത്ര? രണ്ടാമത്, നീളം ലെന്ത് ഈക്വൽ ടു എക്സ്, എന്നാൽ എന്തായിരിക്കും ബ്രെഡ്ത്ത്? നീളവും വീതിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 12 കിട്ടും. അതിൽ നീളം എക്സ് ആയി എടുത്താൽ വീതി എത്രയായിരിക്കും? 12ൽ നിന്ന് എക്സ് കുറച്ചാൽ പോരെ? 12 - x എന്നായിരിക്കും ബ്രെഡ്ത്ത് വീതി കിട്ടുക. അപ്പോൾ നീളവും വീതിയും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ? രണ്ടാംകൃതി സമവാക്യം രൂപീകരിച്ച് ചതുരത്തിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കാനാണ്. അതിനെന്ത് ചെയ്യുക? രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കാനാണ് ഇതിൻ്റെ ഏരിയ തന്നിരിക്കുന്നത്. ഏരിയ എങ്ങനെ കിട്ടുക? ലെന്തും ബ്രെഡ്ത്തും കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തല്ലേ, നീളവും വീതിയും കൂടെ ഗുണിക്കുന്ന സമയത്തല്ലേ പരപ്പളവ് കിട്ടുക. അപ്പോൾ നമ്മൾ എഴുതും ഏരിയ പറയുന്നുണ്ട്, അത് 35 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ചോദ്യത്തിൽ വീണ്ടും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ 35 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ എങ്ങനെ കിട്ടുക? നീളവും വീതിയും കൂടെ ഗുണിച്ചാലല്ലേ കിട്ടൂ. നീളം എക്സ് ആണ്, വീതി എത്ര? 12 - x. അതായത് എക്സും 12 - x കൂടെ ഗുണിക്കും. അപ്പോഴും 35 കിട്ടും. എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ കിട്ടും? എക്സ് ഇൻറ്റു ആദ്യം എക്സ് കൊണ്ട് ആരെ ഗുണിക്കും? 12നെ ഗുണിക്കും. അപ്പോൾ 12x എന്ന് കിട്ടും. എക്സ് കൊണ്ട് -x ഗുണിച്ചാൽ -x² എന്ന് കിട്ടും, ഈക്വൽ ടു 35. ഇതിനാദ്യം നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി എടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? -x² ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഫസ്റ്റ് കൊണ്ടുവരണം. എക്സ് വരുന്ന ടൈം രണ്ടാമത് കൊണ്ടുവരണം. അപ്പോഴും -x² പ്ലസ് 12x ഈക്വൽ ടു 35.
അപ്പോൾ ഇവിടെ നോക്കി മൈനസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മൈനസ് മാറ്റണം ഇവിടെ നിന്ന്. അതിനെന്ത് ചെയ്യുക, ഒരു മൈനസ് മറ്റൊരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് എല്ലാത്തിനെയും ഗുണിച്ചാൽ മതി. അപ്പോൾ ഇത് പോസിറ്റീവ് എക്സ് സ്ക്വയർ ആവും. ഇവിടെ പോസിറ്റീവ് ആയിരുന്നത് മൈനസ് ആയിട്ട് മാറും, ഇവിടെയും മൈനസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 12x മൈനസ് 35 കിട്ടി. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, വർഗ്ഗം തേക്കണ്ടേ, വർഗ്ഗം തേക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 12x മൈനസ് 35 ആണ്. ഇതിൽ വർഗ്ഗം തേക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ ആയിട്ടുള്ള 12ൻ്റെ പകുതി 6, അതിൻ്റെ സ്ക്വയർ രണ്ട് സ്ഥലത്തും കൂട്ടുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് ആർ സ്ക്വയർ മൈനസ് 35 പ്ലസ് ഇവിടെ ആറിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 36 എന്ന് എഴുതാം, 36 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എന്താ, ഇവിടെ എക്സ് സ്ക്വയർ ഫസ്റ്റ് കിടപ്പുണ്ട്, അവസാനം ഒരു ആറിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് വർഗ്ഗമായിട്ട് എഴുതിക്കൂടെ, എക്സ് ഇവിടെ 6 നടുക്ക് എക്സിൻ്റെ കൂടെ, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ മൈനസ് കൊടുക്കണം, ഹോൾ സ്ക്വയർ. എല്ലാം പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക. ഇവിടെ എത്ര കിട്ടും, മൈനസ് 35 36 കൂടെ കൂട്ടുന്ന സമയത്ത് 1 കിട്ടും. അവിടെ നിന്ന് എക്സ് മൈനസ് 6 സമം റൂട്ട് സ്ക്വയർ റൈറ്റ് വരും, റൂട്ടായിട്ട് മാറും. ഓക്കെ, ഇത് എത്ര കിട്ടും, പ്ലസ് ഓർ മൈനസ് 1 കിട്ടും. ഇവിടെ നീളവും വീതിയും ഒക്കെ നമ്മൾ സാധാരണ പോസിറ്റീവിലേ പറയാറുള്ളൂ, അതുകൊണ്ട് നെഗറ്റീവ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എക്സ് മൈനസ് 6 ഈക്വൽ ടു പോസിറ്റീവ് 1 എന്ന് എടുക്കാം. അവിടെ നിന്ന് എക്സ് ഈക്വൽ ടു എത്ര കിട്ടും, 1 പ്ലസ് 6 എന്ന് കിട്ടും. അത് എത്ര കിട്ടും, 7 കിട്ടും. ഈ 7 എന്താണ്, ചതുരത്തിൻ്റെ നീളത്തെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നീളം കിട്ടി, ലെന്ത് കിട്ടി. ലെന്ത് ഈക്വൽ ടു 7. ഇനി നമുക്ക് എന്ത് വേണം, വീതി വേണം, ബ്രെഡ്ത്ത് വേണം. ഈക്വൽ ടു എത്ര കിട്ടും, 12 മൈനസ് എക്സ് ആണ്, അത് 7 ആണെന്ന് കിട്ടി. 12 നിന്ന് 7 കുറയ്ക്കണം. 12 നിന്ന് 7 കുറച്ച് എത്ര കിട്ടും, 5 എന്ന് കിട്ടും. ഇതെല്ലാം സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, ഇത് സെൻറ്റിമീറ്റർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തായി മൂന്നാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കൂട്ടിയപ്പോൾ 221 കിട്ടി. ഒന്നാമത്തെ ചോദ്യം, ഒരു വശം എക്സ് ആയി എടുത്ത് രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക. രണ്ടാമത്തെ ചോദ്യം, സമചതുരത്തിൻ്റെ ഒരു വശം എത്ര. മൂന്നാമത്തെ ചോദ്യം, സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര. ദ സം ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 221. Another question, form a second degree equation by taking a number as x. What are the length of a side? Calculate the area of the square. ഇവിടെ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കൂടെ കൂട്ടിയപ്പോൾ 221 കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വശം എത്ര ആയിട്ട് എടുക്കണം, എക്സ് ആയി എടുക്കണം. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സമചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കൂട്ടിയപ്പോൾ 221 കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം, പെരിമീറ്റർ പ്ലസ് ഏരിയ. പെരിമീറ്ററും ഏരിയയും കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 221 എന്ന് കിട്ടി. ഒരു വശം എക്സ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സമചതുരത്തിൻ്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഒരു സൈഡ് എക്സ് ആയിട്ട് എടുത്ത് സമവാക്യം രൂപീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എ പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അത്തരം ഒരു സമചതുരത്തിൻ്റെ പെരിമീറ്റർ എന്ത് കിട്ടും, ചുറ്റളവ് എന്ത് കിട്ടും. ഒരു സമചതുരം ഇതാണ് ഒരു സമചതുരം. ഇതിൻ്റെ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞത്, ചുറ്റളവ് എന്തായിരിക്കും. ഒരു സൈഡിനെ 4 കൊണ്ട് ഗുണിക്കുന്നതല്ലേ അതിൻ്റെ ചുറ്റളവ്, അല്ലെങ്കിൽ പെരിമീറ്റർ എന്നാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 4x. ഇനി ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും, ഏരിയ എന്താണ്, സൈഡ് ഇൻറ്റു സൈഡല്ലേ. ഒരു സൈഡ് എക്സ് ആണ്, എല്ലാ സൈഡും എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതായത് പെരിമീറ്ററിനെ 4x എന്നും ഏരിയ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് എഴുതാം, ഈക്വൽ ടു 221. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കാനായിട്ട് നമ്മൾ എന്താണ്, ഇതിനൊന്ന് അറേഞ്ച് ചെയ്യണം. എക്സ് സ്ക്വയർ ആദ്യം എഴുതുക, അത് കഴിഞ്ഞിട്ട് എക്സിൻ്റെ ടേം, അത് കഴിഞ്ഞിട്ട് സംഖ്യ അല്ലേ. ഇക്വേഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ലെഫ്റ്റ് ആക്കാൻ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലുള്ള 221 കൂടെ ലെഫ്റ്റ് കൊണ്ടുവരണം. അപ്പോൾ എക്സ് സ്ക്വയർ 4x മൈനസ് 221 ഈക്വൽ ടു 0.
ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. ഇനി എന്താണ് സമചതുരത്തിൻ്റെ ഒരു വശം എത്രയെന്നാണ്. ഒരു വശത്തെ എക്സ് എന്നാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കുക എന്താ ഇത് കണ്ടോ, ഈ സ്റ്റെപ്പ് കണ്ടോ, അവിടെ നിന്ന് സ്ക്വയർ കംപ്ലീഷൻ ചെയ്ത് എക്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആ സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 221. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സംഖ്യ കൂടി വരേണ്ടി വരും. എക്സ് സ്ക്വയർ ഉണ്ട്, എക്സിൻ്റെ ടൈം ഉണ്ട്, ഒരു സംഖ്യ കൂടി വരണം. ആ ഏത് സംഖ്യയാണ് വരേണ്ടത്? അത് 4x, എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 4 ആണ്, അതിൻ്റെ പകുതിയുടെ സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ രണ്ട് സ്ഥലത്തും ആഡ് ചെയ്യണം. 221 പ്ലസ് ഇവിടെ എത്ര കിട്ടും? നമുക്ക് 4 എന്ന് എഴുതാം. 2 സ്ക്വയർ എന്ന് എഴുതിയാലും മതി, അത് അടുത്ത സ്റ്റെപ്പിൽ 4 ആകും. ഇനി നമുക്ക് എന്താ ഇവിടെ ഒറ്റയടിക്ക് എഴുതാം. നമുക്ക് എല്ലാം പ്ലസ് ആണ്. എക്സ് സ്ക്വയർ ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്, അപ്പോൾ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 225 എന്ന് കിട്ടും. സ്ക്വയറിന് റൈറ്റ് കൊണ്ടുവരിക. അപ്പോൾ എക്സ് പ്ലസ് 2 റൂട്ട് 225 എന്ന് കിട്ടും. ഇത് എത്ര കിട്ടും? എക്സ് പ്ലസ് 2 ഇവിടെ നമുക്ക് പ്ലസ് ഓർ മൈനസ് കിട്ടും കേട്ടോ. പ്ലസ് ഓർ മൈനസ് ഇത് എത്രയാണ്? 15 ആണ്. ഇവിടെ നമ്മൾ പ്ലസ് നമുക്ക് എടുക്കാം. കാര്യം എന്താ, ചതുരത്തിൻ്റെ നീളം വീതിയൊക്കെ നമ്മൾ പോസിറ്റീവിൽ പറയാറുള്ളൂ, അതുകൊണ്ട് മൈനസ് വില എടുക്കുന്നില്ല. അപ്പോൾ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 15 കിട്ടി, അതായത് 15 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 15 പോസിറ്റീവ് 2 വലത് സൈഡ് കൊണ്ടുവരിക, മൈനസ് ആയിട്ട് മാറും. എത്ര കിട്ടി? 13 ആയി. എക്സ് എന്ന് പറയുന്നത് എന്താണ്? സമചതുരത്തിൻ്റെ ഒരു വശമാണ്. അപ്പോൾ ഒരു വശം കിട്ടി, ഒരു സൈഡ് കിട്ടി. സൈഡ് എത്ര കിട്ടി? 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി 13 കിട്ടി. യൂണിറ്റ് പറയുന്നില്ലല്ലോ, 13. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയെന്നാണ് ചോദ്യം. സി പാർട്ട്. ഏരിയ. ഏരിയ എന്താ? ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വശം എത്രയാണോ അതിൻ്റെ സ്ക്വയറാണ്. 13 ആണ് ഇവിടെ ഒരു സൈഡ്, അതിൻ്റെ സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 169 കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ചോദ്യം: ഒരു എണ്ണൽ സംഖ്യയുടെയും അതിൻ്റെ വർഗത്തിൻ്റെയും തുക 2 ആകുന്നു. ഈ പ്രസ്താവനയുടെ ബീജഗണിത രൂപം ചുവടെയുള്ളവയിൽ ഏതാണ്? സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ ഈസ് 2. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ആൾജിബ്രായിക് ഫോം ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഒരു സംഖ്യ, ഒരു എണ്ണൽ സംഖ്യയുടെയും അതിൻ്റെ വർഗത്തിൻ്റെയും തുക 2 ആണ്. ഇവിടെ നോക്കി, സംഖ്യയെ നമുക്ക് എക്സ് ആയി എടുക്കുക. അപ്പോൾ ആ സംഖ്യയുടെ ഒരു എണ്ണൽ സംഖ്യയുടെയും അതിൻ്റെ വർഗത്തിൻ്റെയും തുക, സംഖ്യ എക്സ് ആയി എടുത്തു. സംഖ്യയെ നമുക്ക് എക്സ് ആയി എടുക്കാം. സംഖ്യ എക്സ്. ഇവിടെ ചോയ്സ് ഉണ്ട്, നമുക്കൊന്ന് ആദ്യം ചോദ്യം വായിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. സംഖ്യ എക്സ് ആണ്, ഒരു എണ്ണൽ സംഖ്യ എക്സ് ആയി എടുത്തു. ഇനി അതിൻ്റെ വർഗം, എക്സിൻ്റെ വർഗം എത്രയാ? എക്സ് സ്ക്വയർ. ഇതിൻ്റെ തുക എന്ന് പറയുന്നത് കൂട്ടുകയല്ലേ, അത് എത്ര കിട്ടി? 2 കിട്ടി. ഇതാണ് ആ പ്രസ്താവനയുടെ ബീജഗണിത രൂപം. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എക്സ് സ്ക്വയർ വരണം, പിന്നെ എക്സ് വരണം, പിന്നെ സംഖ്യ. ഇതേ ഫോമിലുള്ള ചോയ്സ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോയ്സ് നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 2. അത് തന്നെയാണ് ആൻസർ. ഇങ്ങോട്ട് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇവിടെ കുറച്ചിരിക്കുകയാണ്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കൂടെ 2 കൂട്ടിയിരിക്കുകയാണ്. ഇവിടെ എക്സ് സ്ക്വയറിൽ നിന്ന് 2 കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 അല്ല, ഇത് 3 അല്ല. ആദ്യത്തെ തന്നെയാണ് ആൻസർ. ഒരു സംഖ്യ എക്സ്, അതിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ പ്ലസ് ഈക്വൽ ടു 2. ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ ഇതുപോലെ കിട്ടും അല്ലേ? ഇത് തന്നെയാണ് ആൻസർ. 5ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരി ഏതെന്നാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ? 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. അതായത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറിൻ്റെ ഓപ്പൺ ചെയ്തതാണിത്. ആണോ നോക്കുക. അതുപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ്. എല്ലാ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ തന്നെയാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്താ? ഈ ചോയ്സ് നോക്കുന്ന മുമ്പായിട്ട് നമുക്ക് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എഴുതി നോക്കാം. എന്താണ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ? ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നല്ലേ? ഇത് ഈ ചോയ്സിൽ ഏതാണെന്ന് നോക്കിയാൽ പോരെ. ഏതുണ്ട്? ആദ്യത്തെ നോക്കി എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ നോക്കി, ആദ്യത്തെ അല്ലേ ആൻസർ? ആണ്. ബാക്കിയുള്ളതൊക്കെ നോക്കി, ഇത് 2xy, അത് എക്സ് വൈയുടെ ചിഹ്നം മൈനസ് ആയിരിക്കണം. ഇവിടെ എക്സ് വൈയുടെ ചിഹ്നം ഇവിടെ 2 പ്ലസ് ആണ്. അപ്പോൾ ഇത് 2 അല്ല. 4ാമത്തെ നോക്കി 2xy മൈനസ് വരുന്നുണ്ട്, പക്ഷേ വൈ സ്ക്വയർ പോസിറ്റീവ് വരണം.
മൈനസ് ആണ്, അപ്പോൾ ഇതും അല്ല. ആദ്യത്തെ തന്നെയാണ് ആൻസർ വരുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് 5 സ്ക്വയർ.